ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് എൻ്റെ ഒരു മേക്ക് ഓവർ ഡേ ആണെന്ന് തന്നെ പറയാം. ഓക്കെ, എൻ്റെ ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ മാറാൻ പോവാണ്. ഒരു ഹെയർ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. രാവിലെ പൊടുമോള് സ്കൂളിൽ പോയി, അത് കാരണം ഇപ്പോൾ ഉച്ചവരെ ഞാൻ ഫ്രീ ആണ്. സാധാരണ ഞാൻ ഈ സമയം കുക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ. ഇന്നലെ രാത്രി ഉണ്ടാക്കി ചിക്കൻ എല്ലാം കുറേ ബാക്കിയുണ്ട്. റൈസ് മാത്രം രാവിലെ വെച്ചു, സാമ്പാർ ഇരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ എന്ന് വെച്ചാൽ ഇന്നൊരു ഹോൾ ഡേ പോയി കിട്ടും. ഇപ്പോൾ ഒരു 10-10:30 ആകുമ്പോൾ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചെത്തുന്നത് ഏകദേശം വൈകുന്നേരം ആവുമെന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ ഹെയർ ട്രീറ്റ്മെൻറ്റിന് പോവുകയാണ്. ഹെയർ കട്ടിങ് ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. ഫെയറിൽ ഷോർട്ടാക്കാൻ പോവാണ്. പഴയ പോലെ ലെയർ ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ ഭയങ്കര നീളം വെച്ചതേ നോക്കൂ, നീളം വെച്ച് പക്ഷെ ഒത്തിരി ഹെയർ ഫോൾ ഉണ്ട്. ഒരു അൺറൂളി ആയിട്ട് കിടക്കണം. ആ എൻഡ് പോർഷനൊക്കെ ഭയങ്കര റഫായിട്ടുണ്ട്. അതെല്ലാം മാറണ്ടേ. അപ്പോൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ പോകണം, ഹെയർ കട്ട് ചെയ്യാൻ പോകണം. പറ്റുമെങ്കിൽ കുറച്ച് ഹൈലൈറ്റ്സ് കളേഴ്സൊക്കെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു മാറ്റം. കുറേ നാളായി നിങ്ങൾ ഇതേ സ്റ്റൈലിൽ കാണുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനിയൊരു മാറ്റമാകാം. പിന്നെ മുടി വളരുന്നത് സമയമെടുക്കും, പക്ഷെ വളർന്ന മുടിക്ക് വേറൊരു ഭംഗിയാണ്. പക്ഷേ അതിൻ്റെ ഹെൽത്തും കൂടെ നമ്മൾ നോക്കണമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ സാധാരണയായിട്ട് പുറത്തിറങ്ങുമ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ഇതാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ ഒരു മോയ്സ്ചറൈസർ എന്ന് വെച്ചാൽ ബേസ് മോയ്സ്ചറൈസർ. ഓക്കെ, അല്ലാണ്ട് ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ അല്ല, മേക്കപ്പിൻ്റെതായ ഞാൻ ഉപയോഗിക്കുന്നത് എംബ്രിയോളിസിസ്. തീരാറായി. ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഒരു 3500 ആ റേഞ്ചാണെന്ന് തോന്നുന്നു. 3000-4000 അടുപ്പിച്ചെന്തോ ഉണ്ട്, പക്ഷെ നല്ലതാണ്. ഇറ്റ്സ് വെരി നൈസ്. ഓക്കെ, അതാണ് ആദ്യം ബേസ്. പിന്നെ ഞാൻ അതിൻ്റെ തന്നെ സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത്, എംബ്രിയോളിസിസ്. ഇതിൻ്റെ കളറൊക്കെ മാറിയിരിക്കുന്നത് എന്താ അറിയോ? ഞാൻ ആ ബാഗിനകത്ത് കുറച്ച് കുങ്കുമത്തിൻ്റെ ഒരു കവറും കൂടെ വെച്ചിരുന്നു, അതവിടെ ലീക്കായി. ഇത് വൈറ്റായിരുന്നു, വൈറ്റിലെല്ലാം കുങ്കുമത്തിൻ്റെ കളർ പറ്റി. ഓക്കെ, അപ്പം ഞാനൊന്ന് എൻ്റെ ബേസൊക്കെ ശരിയാക്കിയിട്ട് ഇറങ്ങാം. വെയിലത്തേക്കല്ലേ പോകുന്നത്, അപ്പോൾ എന്തായാലും സൺസ്ക്രീൻ വേണം. ഷൂട്ടിന് പോവുകയാണെങ്കിൽ, നമ്മൾ പുറത്ത് ഔട്ട്ഡോർ പോവുകയാണെങ്കിൽ ഈ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് യാതൊരു കാര്യമില്ല. കാര്യം ആദ്യത്തെ കുറച്ച് നേരം 2-3 മണിക്കൂർ ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ വീണ്ടും മേക്കപ്പ് തുടച്ചിട്ട് വീണ്ടും ഇത് ആദ്യം തൊട്ട് തുടങ്ങാനൊന്നും നടക്കില്ല. അങ്ങനെയാണ് ഞാൻ കുറേ ടാൻ ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കലാപരിപാടികൾ തുടങ്ങുന്നു. നോക്കിക്കോളൂ, ഞാൻ ഇപ്പോൾ മോയ്സ്ചറൈസറും പുരട്ടി, അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീനും പുരട്ടിയിട്ടുണ്ട്. നല്ല ഒരു ഗ്ലോയിങ് പോലെ തോന്നുന്നില്ലേ? അതെന്താ അറിയാമോ, നമുക്ക് ഫേസിൽ ആവശ്യത്തിന് മോയ്സ്ചർ കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡ്രൈനെസ്സാണ്. ആ ഡ്രൈ ആയിരിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല സത്യത്തിൽ. ഭയങ്കര ഒരു ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ളൊരു ലുക്കാണ് വരുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. ഇനി പക്ഷേ ഇതിൻ്റെ മേളിൽ കൂടെ മേക്കപ്പ് ചെറുതായിട്ട് ഇടുകയാണെങ്കിൽ ഇടണം. എനിക്ക് ആക്ച്വലി ഈ 2 സൈഡിലാണ് ചെറിയ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ഈ 2 സൈഡിലും ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് കുറച്ച് മേക്കപ്പ് കൺസീലർ ഇടുന്നത്. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വെറുതെ ഒരു ലിപ്സ്റ്റിക്ക് വിട്ട് കണ്ണു എഴുതി അങ്ങ് പോയാൽ മതിയല്ലോ. എങ്കിലും ഞാൻ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യും ഈ ഒരു സംഭവം. ഇതിപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ അങ്ങനെ അത്ര വിസിബിൾ അല്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ എനിക്കറിയാമല്ലോ എന്താണ് കുഴപ്പമെന്ന്. ഓരോരുത്തർക്ക് അവരവരുടെ സ്കിന്നിനെ കുറിച്ചും എന്തൊക്കെ കുറവുകളുണ്ടെന്നുള്ളതിനെക്കുറിച്ചും നമുക്കല്ലേ അറിയുന്നേ. അതാണ് വേറെ ആരെക്കാട്ടിലും അറിയാൻ പറ്റും. കാര്യം നമ്മൾ അത്രയും ക്ലോസ്, എത്ര അടുത്ത് കണ്ണാടി വെച്ചിട്ടാണ് ഞാൻ നോക്കുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വന്നാൽ പോലും ഞാൻ അറിയും, എനിക്കറിയണം എന്നാണ്. നോക്കിയാൽ മുടിയുടെ നീളം നോക്കിയപ്പോൾ ഇത്രയും ലെങ്തിൽ വളർന്നു കഴിഞ്ഞു. ഓക്കെ, പക്ഷേ ഇനി അത് മാറും. എനിക്ക് തോന്നുന്നു ഇനി ഇത്രയൊക്കെ ആകും, ഇവിടം വരെ ആകും. ഇത് ഇത്രയും പോകും കേട്ടോ. എന്നിട്ട് ഇത് ഇത്രയും വന്നിട്ട് ഇതുപോലെ ലെയർ. വിഷമമുണ്ട്, പക്ഷേ മുടിയുടെ ഹെൽത്ത് ഇനി കൂടുതൽ നന്നായി വളരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാവും. ഓക്കെ, പഴയ ലക്ഷ്മിയെ കാണാം. ഓക്കെ, പഴയ ലക്ഷ്മി മീൻസ് ആ ഒരു സ്റ്റൈല്. വിജയായിട്ട് കൺസൾട്ട് ചെയ്തിട്ടായിരിക്കും എന്താണ് ഏത് സ്റ്റൈല് എല്ലാം ചെയ്യാം. കെരാറ്റിൻ എന്തായാലും ചെയ്യുന്നുണ്ടാവും. ഇത്രയും പാട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു നൈസ് വേവ് ചെയ്തു. ഇതിന്റെ ടോട്ടൽ ഹെയറിന്റെ ഓൾമോസ്റ്റ് 50% എബവ് ബാക്കിയുള്ള ഇത്ര ഹെയറേ ഉള്ളൂ. ആ ഹെയറിന് നമുക്ക് വേവിനെസ്സോ ഔട്ട്സൈഡോ കിട്ടത്തില്ല. മിനിമം നമുക്ക് ഒരു 60% എങ്കിലും 60 or 70% ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും ഹെയറും കൂടെ നമുക്ക് കിട്ടും. അതിങ്ങനെ താന്ന് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ഓൾറെഡി താന്നിട്ടുണ്ട്. അങ്ങനെ താന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലെയറും തിക്നെസ്സും ബോട്ടം കിട്ടത്തില്ല. വിജി എത്തിയിരിക്കുന്നു. വിജി തന്നെ. അതെ, അതായത് എൻ്റെ ഹെയർ കംപ്ലീറ്റ് ഇത്രയും കാലവും
വിജിയുടെ അതെ സത്യം അത് ഇത്ര നാൾ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നത് ഇപ്പോൾ വിജി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കാര്യം ഒരുപാട് കളേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതെ എന്നിട്ട് ഇങ്ങനെ ഒരു രസങ്ങൾ കിട്ടിയ ഭഗവാൻ അയ്യോ പക്ഷെ അതെ ഇനിയും കുറച്ച് നാൾ സൂക്ഷിക്കണമെന്ന് ഇനി കുറച്ച് നാൾ നമ്മൾ കുറച്ചുകൂടി കെയർ ചെയ്യണം. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഒരു ഇത്രയും നാളായിട്ട് കുറേ കളേഴ്സ് ഒക്കെ ചെയ്തു. ഇനി അടുത്ത അഗൈൻ 6 months ഹെയർ കെയറിങ്ങിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതിൽ ശരിക്കും ഞങ്ങൾ പറയുന്ന രീതിയിൽ അധികം ഹീറ്റ് ഒന്നും ചെയ്യാൻ ഹീറ്റ് ചെയ്തൊന്നും പറഞ്ഞാൽ ഒരിക്കലും ഡാമേജ് ഉണ്ടാവുന്നില്ല. പക്ഷെ എന്നാൽ പോലും കൂടുതൽ കെമിക്കൽ ട്രീറ്റ്മെന്റ്സോ മറ്റേതൊന്നും ചെയ്യാതെ ഒന്ന് സർവൈവലിന് വേണ്ടി കുറച്ച് സമയം കൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അതാണ് ഒരു 6 മാസം ഞാനൊരു സർവൈവൽ മോഡിലേക്ക് മാറാൻ പോവാണ്. എന്നാലും കളറൊന്നും വിടരുത്. അത് വിടാം, പക്ഷെ അത് കുറച്ച് കുറയ്ക്കാം. ഓക്കെ എന്തായാലും ഇപ്രാവശ്യം നമ്മൾ കെരാറ്റിൻ ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണല്ലോ ഹെയറിനെ. അതായത് ഇപ്പൊ ബേസ് കളർ ഞങ്ങളൊന്ന് ഫെയ്ഡ് ചെയ്യാൻ പോകും. ഓക്കെ ഇപ്പൊ ഒരു നല്ല ഡാർക്ക് കളർ ഉണ്ട്, അത് കുറച്ച് ഒന്ന് ഫെയ്ഡ് ചെയ്ത് കാര്യം നമ്മൾ റൂട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ച് ഡാർക്ക് കളർ കൂടി ഇരിക്കുന്നത് അല്ലേ? റൂട്ടിൽ എപ്പോഴും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡാർക്ക് കളർ അതെ അതെ നമ്മൾ ഗ്രേ ഹെയറിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കളേഴ്സാണ് റൂട്ടിൽ ചെയ്യുന്നത്. അത് കാരണം കുറച്ച് ഡാർക്ക് കൂടും. അത് അന്ന് ഫെയ്ഡ് ചെയ്യിപ്പിക്കാൻ പോകണം. അതൊന്ന് ഫെയ്ഡ് ചെയ്തിട്ട് കുറച്ച് ഞങ്ങളൊരു എന്താ പറയുന്നത് ഇറ്റാലിയൻ പ്രോഡക്ട്സ് ഉണ്ട്. ആ ഇറ്റാലിയൻ പ്രോഡക്ട്സിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക അതിലൂടെ ഈ ഡെപ്ത് ആയിരിക്കുന്ന കളേഴ്സ് കുറച്ച് മാറ്റി കളർ ഒന്ന് ഫെയ്ഡ് ആവും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോപ്പറിഷ് കളർ കിട്ടും. ആ കളർ കുറേ നാൾ കിട്ടും. അതെ അതെ എക്സൈറ്റഡ് ഒരു കോപ്പർ കളർ കിട്ടും ആലോചിക്കുമ്പോൾ. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഹീസ് ദ ബെസ്റ്റ് പേഴ്സൺ ടു ഡിസൈഡ് എന്താ വേണ്ടത്. ഞാൻ ഇതിലൊന്നും എൻ്റെ ഒരു അഭിപ്രായം പറയാറില്ല. എനിക്ക് അഭിപ്രായം പറയാൻ അറിയില്ല, അതാണ് സത്യം. പക്ഷേ അതിൽ മാത്രം കാര്യമില്ല കേട്ടോ. മെയിൻറ്റെയിനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഞാൻ പക്ഷെ അത്ര കഷ്ടപ്പെട്ടാണ് പിന്നെ ഒരുപാട് എക്സ്പോസ് ചെയ്യുന്നുണ്ട് ഹെയറിനെ സണ്ണിലും ഷൂട്ടുള്ളത് കൊണ്ട്. പിന്നെ എപ്പോഴും ഈ പ്രോഗ്രാമിന് പോകാൻ വേണ്ടി നമ്മളെപ്പോഴും അയണിങ്ങും സെറ്റിങ് അല്ല. പക്ഷേ വിജി പറയുന്നത് ഞാൻ ഇടയ്ക്ക് വന്ന് എപ്പോഴും പ്രോട്ടീൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സ്പാ ചെയ്യും, പറയുന്ന പോലെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ സെയിം ഷാമ്പൂ കണ്ടീഷണർ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തു. ഈ അതെ സത്യം. അതുകൊണ്ടാണ് എന്നിട്ട് പോലും എനിക്ക് തോന്നി ഇപ്പോൾ കുറച്ച് ഡള്ളായി വരുന്നോന്നൊരു ഡൗട്ട്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ഒരു ഹീറ്റ് ആണല്ലോ. ചൂടാണ്. അതെ ഡാമേജ് വരും അല്ലേ ഈ സമ്മർ പീരീഡ്. ഒരിക്കലും കംഫർട്ട് ആയിരിക്കും. ഓക്കെ ഒരുപാട് അത് ശരിയാണ് കേട്ടോ. ചകിരി പോലെയൊക്കെ ആകും ചില സമയത്ത് വേർത്തിട്ട്. ഭയങ്കര പ്രശ്നമാണ് വെയിലും ഇതുമൊക്കെ വെച്ചിട്ട്. എൻ്റെ പഴയ ഹെയർ സിൽക്കി ഹെയറിലേക്ക് എനിക്ക് തിരിച്ചു പോകണം. ഓക്കെ ഒരു 6 months നമ്മളിനി ഒരു റിജുവിനേഷൻ പ്രോസസ്സ് പോലെ ഹെയറിനെ ഒന്ന് കെയറിങ് പീരിയഡ്. സ്പെഷ്യൽ ഹെയറിന് ഒരു റെസ്റ്റൊക്കെ കൊടുക്കണ്ടേ അല്ലേ? അതൊക്കെ തൊട്ടാൽ മതി. അതുപോലെ വിജി ഹെയർ കട്ട് ചെയ്താലും പെട്ടെന്ന് വളരും. സീരിയസ്ലി എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ആ കാര്യത്തിൽ. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 20 minutes കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്യും. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ്. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പുരോഗമിക്കുന്നത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഞാൻ വിചാരിച്ച പോലെ അത്രയും ഷോർട്ടൊന്നും ആവില്ല. കുറച്ച് അത് ആയില്ല എന്ന് പറഞ്ഞു, അത്രയും ആക്കണ്ടെന്നാണ് പറഞ്ഞത്. നോക്കാം. ഹീസ് ദ ബെസ്റ്റ് പേഴ്സൺ ടു സേ. എനിക്ക് അഭിപ്രായമില്ല, എന്താണെങ്കിലും അങ്ങനെ തന്നെ. ഓക്കെ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ആ 20 minutes കഴിഞ്ഞു. ഇനി ഇത് വാഷ് ചെയ്യാൻ പോവാണ്. ഇതെല്ലാം ഒരു തുടക്കം മാത്രം. ഇനി കിടക്കുന്നേ ഉള്ളൂ കലാപരിപാടി. അനിലയാണ് കംപ്ലീറ്റ് ഇനി ബാക്കി ചെയ്യാൻ പോണേ. വാഷ് ചെയ്യാൻ പോകല്ലേ? ഓക്കെ. അപ്പോൾ മുടി ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ കെരാറ്റിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അനിലയാണ്. എൻ്റെ പക്ഷേ ഒരു T സെക്ഷൻ എടുത്തിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ, ഫുൾ ഹെയറിൽ ചെയ്യുന്നില്ല. കാര്യം ഞാൻ അകത്തോട്ടുള്ള ഹെയർ വളരാനായിട്ട് വിടുവാണ്. നാച്ചുറൽ ഹെയർ തിരിച്ച്
മാക്സിമം ലെങ്ത് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കട്ട് ചെയ്യുമ്പോൾ എളുപ്പമാകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ എടുക്കുന്ന പോർഷന് ഉണ്ടാവുള്ളൂ അല്ലേ, പിന്നെ ഫ്രണ്ടും കാണും അല്ലേ? ഓക്കെ, അങ്ങനെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കെട്ടി വയ്ക്കുമോ? ഓൾറെഡി കെട്ടി. ഓക്കെ, ടൈ ചെയ്ത്. ഒരു ടീ സെക്ഷൻ മാത്രം എടുത്തിട്ട് നമ്മൾ കെരാറ്റിൻ ക്രീം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് അത് ഡ്രൈ ആക്കും. അതാണ് അടുത്ത പ്രോസസ്സ്. ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്ത ബാക്കി ഹെയർ കെട്ടി വെച്ചിരിക്കുവാണ്. നമ്മൾ കുറച്ച് ഓപ്പണായിട്ടുള്ള ഭാഗത്തിരുന്നാണ് ചെയ്യുന്നത്. ആ സ്മോക്കെല്ലാം നമുക്ക് ഡിസ്റ്റർബൻസ് വരാണ്ട്. ഈ സാധാരണ ഈ ഫ്ലോറിൽ ഇത് ചെയ്യാറില്ല. ട്രീറ്റ്മെൻറ്റ് താഴെയാണ്. ഒരു സ്പെഷ്യൽ കേസായിട്ട് ചെയ്യുന്നത്. ഈ കണ്ടീഷനിലായിട്ടുണ്ട്. ഇത് നോക്കി ഇത്രയും ഹെയർ എടുത്തിട്ടുള്ളൂ കേട്ടോ. ടീ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് പോർഷനും ബാക്കിലൊരു ഇച്ചിരി മുടി, ബാക്കിയെല്ലാം അകത്ത് പിന്നി വെച്ചിരിക്കുവാണ്. കാണുന്നുണ്ടല്ലോ. ഇത് അൺടച്ച്ഡാണ് ആ ഭാഗം. ഇത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനി ഇത് വാഷ് ചെയ്യാൻ പോവാണ്. നോക്കി ഇങ്ങനെ ഭയങ്കര കോമഡി ആയിട്ടിരിക്കും. ഇപ്പോൾ നൗ വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് മുടി വെട്ടുന്ന കാര്യമൊക്കെ ഡിസൈഡ് ചെയ്യും. പല പല കളേഴ്സ് നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റും. വാഷ് ചെയ്തിട്ട് വരുമ്പോൾ കുറച്ചുകൂടി പ്രോമിനൻ്റ് ആവും അടുത്ത ട്രയൽ. കാണുന്നുണ്ടല്ലോ, ഓൾമോസ്റ്റ് റെഡി. പക്ഷേ നോക്കിയാൽ നല്ല ഭംഗിയുണ്ടല്ലേ കളറ്, നൈസ് കളറല്ലേ. ഇതിനകത്ത് മറ്റേ ആ സ്ട്രീക്സ് എങ്ങനെ വന്നിരിക്കുന്നു നോക്കി. അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറായിട്ട്. ഇത് നമുക്ക് അല്ലാണ്ട് കിട്ടിയ കളറാണ്. ഓക്കെ, ഇത് കെരാറ്റിൻ ചെയ്തപ്പോൾ കിട്ടിയൊരു കളറാണ്. അല്ലാണ്ട് വിജി നേരത്തെ ചെയ്ത ആ ഒരു ഹൈലൈറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് കുറച്ചുകൂടെ വ്യത്യാസമായിട്ട് വരുന്നുണ്ട്. അതാണ് ആ കളർ ഡിഫറൻസ്. ഇപ്പം ഇങ്ങനെ നീളത്തിന് ഇങ്ങനെ കിടക്കുന്നുണ്ട് പക്ഷേ ഇന്ന് തലമുടിയിൽ ഇന്നിപ്പോൾ വെട്ടാൻ പറ്റില്ല. ഇന്ന് ഹെയർ കട്ടിങ് ഇല്ല. ഇനി നാളെ വന്ന് പ്രോട്ടീൻ ചെയ്യണം. പ്രോട്ടീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഹെയർ കട്ട് ചെയ്യണമെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. അങ്ങനെ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. വാവ്, എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ? അത് ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമില്ലാത്തല്ലേ? ഓക്കെ, കഴിഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് അനില ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു അനില. ചെറിയ കുട്ടിയാണ് വേണ്ടല്ലോ മുടിക്ക്. ഇതാണ് ഇപ്പോഴത്തെ ഹെയറിൻ്റെ കറക്റ്റ് കളർ സ്കിൻ. കൊള്ളാം. ഇനി ഇത് ഫസ്റ്റ് വാഷ് എന്ന് പറഞ്ഞാൽ നാളെ, അതായത് ആഫ്റ്റർ പ്രോട്ടീൻ ചെയ്തിട്ട് വാഷ് ചെയ്യും വീണ്ടും. ഓക്കെ, അന്ന് കഴിഞ്ഞാൽ പിന്നെയാണ് എത്ര കുറയ്ക്കണം അതനുസരിച്ചിട്ട് അത് വിജി തീരുമാനിക്കും എന്ത് സ്റ്റൈൽ ചെയ്യണം, എങ്ങനെ കട്ട് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. നാളെ പക്ഷേ ഇന്ന് മുടി കെട്ടാനൊന്നും പാടില്ല, വാഷ് ചെയ്യാനോ ടൈ ചെയ്യാനോ പാടില്ല. ഇങ്ങനെ ലൂസ് ഹെയർ ആയിട്ട് തന്നെ ഇട്ടേക്കണം, എന്നാലേ ആ ഒരു ഇതിൽ കിടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ശരി, അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ. അങ്ങനെ ഫെയർ സലൂണിൽ സെക്കൻഡ് ഡേ ആദ്യത്തെ കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. അപ്പോൾ 1 ഡേ കഴിഞ്ഞിട്ടാണ്. അതുവരെ തലയിൽ വെള്ളം നനയ്ക്കാൻ പാടില്ല, മുടി കെട്ടി വയ്ക്കാൻ പാടില്ല. ഞാൻ തിരിച്ചു വന്നു. ഇന്നിപ്പോൾ ഒരു പ്രോട്ടീൻ ചെയ്യും, വാഷ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യും. അതാണ് പ്ലാൻ. ഫസ്റ്റ് വാഷ് കഴിഞ്ഞു. ഇനി ഇതിലാണ് നമ്മൾ പ്രോട്ടീൻ ചെയ്യാൻ പോണത്. കുറച്ച് നേരം മസാജ് ചെയ്തിട്ട് പിന്നെ ഷവർ ക്യാപ്പ് ഇട്ടിരിക്കും. ഓക്കെ, കുറച്ച് നേരം അതൊന്ന് പിടിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും വാഷ് ചെയ്യും. യെസ്,
എന്നിട്ട് ഇങ്ങനെ എടുക്കാം. ഇത് ഫ്രണ്ടിലോട്ട് തന്നെ വരണം കേട്ടോ. ഓക്കെ. ഇങ്ങനെ ലൂസ് പിന്നാണോ ടൈറ്റ് പിൻ? ലൂസ്. ഓക്കെ, മനസ്സിലായോ? സെമി ഡ്രൈയിൽ. ഇത് ഇങ്ങോട്ട് തന്നെ വേണം. ഇങ്ങോട്ട് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ കുറച്ച് വോളിയം ഇങ്ങനെ മനസ്സിലായി. ഇവിടെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം മനസ്സിലായി. ഇത് വരേണ്ടത് ഒരെണ്ണം ഫ്രണ്ടില് ബാക്കില് ഇത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇടണം. ഫ്രണ്ടിലോട്ട് ഇവിടെ നിന്ന് ഹെയർ ഇങ്ങനെ വലിക്കണം. എന്നിട്ട് ഇവിടെ വെച്ചാണ് പ്ലേറ്റ് ചെയ്യണം. മനസ്സിലായി? ഇവിടെ അതേമാതിരി തന്നെ ഇവിടെ വെച്ച് പ്ലേറ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ബാക്കിലോട്ട് ആവുമ്പോ ഇവിടെ നല്ല വോളിയത്തിൽ എന്നിട്ട് നൈസ് വേവി ആയിട്ട് വരും. ഇവിടെ ഇത്രയും പാട്ടൊന്നും ചെയ്യരുത്. അവിടെ നാച്ചുറൽ സ്റ്റൈൽ ഇങ്ങനെ ഒരു കണ്ട ഈ ഒരു വേവ്നെസ് ഉണ്ട്. ഈ ഒരു വേവ്നെസ് എന്നിട്ട് സോഫ്റ്റ് ആയിട്ട് നമ്മൾ ബ്രഷും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വേവി ആയിട്ട്. ഇതിപ്പോ നമ്മൾ യെല്ലോ ഇല്ലല്ലോ, നമ്മളിപ്പോ കൊടുത്തിരിക്കുന്ന വേറെ കളറല്ലേ, കോപ്പർ അല്ലേ? കുറച്ച് നല്ല ബ്രൈറ്റ് കളർ ആണല്ലേ. ഞാൻ എഴുന്നേറ്റ് നിൽക്കട്ടെ, കട്ടിയാ കണ്ട ഹെയർ കളർ. ഇത് വളരെ കഷ്ടപ്പെട്ടാണ് ഈ കളർ കൊണ്ടുവന്നത് കേട്ടോ. കാര്യം ഒരുപാട് ഡാർക്കിഷ് നോക്കട്ടെ, ഒരുപാട് ഡാർക്കിഷ് കളർ ഉള്ളത് കൊണ്ട് ആ ഡാർക്കിഷ് കട്ട് ചെയ്താണ് നമ്മൾ ഈ കളറിലോട്ട് വന്നത്. ഇനി നമുക്കൊരു ഹെയർ കട്ടിങ് നോക്കാം അല്ലേ? എന്നിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴേ നമ്മൾ കളർ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യും. ഇപ്പോഴല്ല, കുറേ നാൾ കഴിയുമ്പോഴേക്കും ഒരു 6 മാസം വരെയും റെസ്റ്റാണ്. അതിന് ശേഷമായി ചെയ്യാം കുറച്ചുകൂടെ കളർ ബൂസ്റ്റ്. അപ്പോൾ നമുക്ക് പിന്നെ വീണ്ടും കാണാം. ഒരു 6 മാസത്തേക്ക് എന്നെ വെറുതെ വിടാണ് ഇത് കഴിഞ്ഞിട്ട്. 6 മാസത്തേക്ക് വെറുതെ എന്താണെന്ന് അറിയാം? 6 മാസത്തേക്ക് വെറുതെ വിടുന്ന കാര്യം കുറച്ച് ഹെയറിന് കുറച്ച് ട്രൈനൊക്കെ ഉണ്ട്. അത് കുറച്ച് കമ്പനിയാണ്. ഇവിടത്തെ കഫറ്റേറിയ കുറേ സംഭവം വന്നിട്ടുണ്ട്. ആദ്യം ദാഹം ലൈമിൽ തുടങ്ങാം. Let me see. മാജിക് കേട്ടോ, മാജിക് വിജീസ് മാജിക് ആണ്. ഫെദർ കട്ട് എന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? ലെയർ പ്ലസ് അതിന്റെ കൂടെ തന്നെ ഒരു അൺഈവൻ ലെയർ കൂടെ വരും. ഓക്കെ, അൺഈവൻ ലെയർ പ്ലസ് കുറച്ചുകൂടെ വോളിയം വരും. അൺഈവൻ കളർ ഇപ്പോൾ കുറച്ചുകൂടെ പ്രോമന്റ്. അതെ നല്ല കളർ ഉദ്ദേശിക്കുന്ന കളർ. ഞാൻ നേരത്തെ ബ്ലോണ്ട് പറയുന്ന കളർ അല്ലേ? അതെ, സത്യം കിട്ടുന്നുണ്ട്. കുറയ്ക്കാനാണ് ഒരുപാട് വേണ്ട, ആവശ്യത്തിന്. അതിൽ കൂടുതലായാലും കുഴപ്പമില്ല. ഓക്കെ, മതിയോ? ഓക്കെ, എല്ലാം വിജിയുടെ തീരുമാനത്തിന് വിട്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യുന്നില്ലായിരുന്നല്ലോ നമ്മൾ. നല്ല സോഫ്റ്റായി. മറ്റേ നമ്മൾ വെറുതെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകും. യെസ്, നല്ല ഇങ്ങനെ കൂടുതലായിട്ട് ഹെയറിൽ ഹീറ്റിംഗ് കൊടുക്കുമ്പോഴത്തേക്കും ഇതേമാതിരി ബോട്ടോ അല്ല കുറച്ച് ഡ്രൈനസ് ഒക്കെ വരാനായിട്ട് ചാൻസ്. അതിനാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത്. കാര്യം ഞാൻ എപ്പോഴും പിന്നെ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാണ്ട് വെറുതെ വാഷിങ് ആൻഡ് സെറ്റിങ് മാത്രമായിരുന്നു. അപ്പോൾ ഹീറ്റ് കൊടുത്തിട്ട് നമ്മൾ ഇത് ചെയ്യുമായിരുന്നു, വേവ്സ് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ റോൾ ചെയ്യായിരുന്നു. അന്നേരം എന്ത് സംഭവിക്കുന്നു ചെയ്യും, ഹെയർ പ്രൊട്ടക്ടർ കൂടുതൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിലാണ് ഇങ്ങനത്തെ പണികൾ. അതെ, അപ്പോൾ താഴത്തെ ഭാഗമെല്ലാം കുറച്ച് ഡ്രൈ ആയി ഭയങ്കരമായിട്ട്. ഒന്ന് പറഞ്ഞേക്കണേ ചേച്ചി, ഒന്ന് കെയർ ചെയ്യാനായിട്ട്. യെസ്, കെയർ ചെയ്യണം ഹെയർ. വിജി ഒരുപാട് വെട്ടി ചെറുതാക്കിയിട്ടുമില്ല കേട്ടോ, കുറച്ചേ കളഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ ലെയർ ഒരു അൺഈവൻ ലെയർ പ്ലസ് ഫെദർ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. സെറ്റ് ചെയ്തിട്ടില്ല, ഇനി ഒന്നുകൂടി ഇത് ചെയ്യുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും. ഇതിപ്പോൾ ജസ്റ്റ് കട്ടിങ് നടക്കുന്നു. കുറച്ച് പേർക്ക് ഇടയ്ക്ക് കുറച്ച് കമൻറ്റ് ഇടുമായിരുന്നു ആൾക്കാർ. ഒരു ഹേറ്റ് കമൻറ്റ് ഇടുന്ന 1-2 ടീംസാണ്. അവർ പറയുന്നത് വിഗ്ഗാണോ തലയിൽ, ഇത് വിഗ്ഗല്ല, നിൽക്ക് മുടി വെട്ടുന്നതാണ് പറയുന്നത്. ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതൊക്കെ കാണിക്കുമ്പോൾ ഇതൊന്നും വിഗ്ഗല്ല, ഒറിജിനൽ ഹെയർ. അതെ, കെയർ ചെയ്യുന്ന ഹെയർ.
കുറച്ച് മടിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയക്കുറവുകൊണ്ടുള്ള പടിയാണ്. പക്ഷെ അതിവിടെ വരുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ഞാൻ കൃത്യമായിട്ട് കെയർ ചെയ്യാനായിട്ടാണ് ഇവിടെ വരുന്നത് തന്നെ. എനിക്ക് ഇഷ്ടപ്പെട്ടോ? വാവ്, നൈസ്, താങ്ക് യു. രുചിക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് അത് ഓക്കെയാണ്. ഓ യെസ്, ഇനി സെറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ, ഹെയർ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇനി സെറ്റിങ്സ് ഇതിങ്ങനെയാണ് ആയി വരുന്നത്. പഴയ സ്റ്റൈലാണ്. ഞാൻ പണ്ട് ചെയ്തിരുന്ന ഒരു സ്റ്റൈലിലേക്ക് തിരിച്ചു പോകും. ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും, അത്രേ ഉള്ളൂ. കളറൊക്കെ ഓൾമോസ്റ്റ് ആ ഒരു സ്റ്റൈലിലെ കളേഴ്സ്. ലെങ്ത് വൈസും വലിയ ഒരുപാട് ഞാൻ കുറച്ചിട്ടില്ല. അങ്ങനെ ഫൈനൽ ലുക്ക്. എൻ്റെ ഒരു പഴയ ലുക്കാണിത്, പഴയ ലുക്ക്. മൈ ഓൾഡ് ലുക്ക്. ഇങ്ങനെയാണ് പണ്ട് നടക്കുന്നത്. ഇത്രയും ഇങ്ങനത്തെ ഒരുപാട് ഈ അടുത്താണ് മുടിക്ക് നീളം കൂടിയിട്ട് ഞാനിങ്ങനെ ഒരുപാട് കട്ട് ചെയ്യാണ്ട് കുറച്ചായിട്ട് ഇങ്ങനെ കുറച്ച് ട്രിം ചെയ്ത്. പിന്നെ കെരാട്ടിനൊക്കെ ചെയ്തിട്ട് മോർ ദാൻ 1.5 years ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി ഒരു ബൗൺസി ഇഫക്റ്റ് ഉണ്ട്, കുറച്ചുകൂടി ഒരു വോളിയം തോന്നുന്നുണ്ട് അല്ലേ? വ്യത്യാസമുണ്ട്. പക്ഷെ നിങ്ങൾ പണ്ടത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ചെറിയ ആ ഒരു സ്റ്റൈലിലാണ് ഇപ്പോൾ വീണ്ടും പോയിരിക്കുന്നത്. ഓക്കേ, അങ്ങനെ ഞാൻ ഹാപ്പി. നൈസ്, താങ്ക് യു. നമുക്കൊരു റീലെടുത്താലോ? നമുക്കൊരു നടക്കുന്ന റീലെടുത്താലോ? എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. ലവ് യു ഓൾ.